നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ഒരു 7 ഡേയ്സിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. നെക്സ്റ്റ് 7 ഡേയ്സ് ഓഫ് യുവർ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നെക്സ്റ്റ് 7 ഡേയ്സ്. 8 ഓഫ് വാൺസ് ആണ്, തിരിഞ്ഞാണ് വന്നിട്ടുള്ളത്. അപ്പം 8 ഓഫ് വാൺസ് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ്. അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒരു ക്വിക്ക് ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഈ 8 ഓഫ് വാൺസ് പറയുന്നത്. മോസ്റ്റ്ലി ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ന്യൂസ് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒന്നുമില്ലേ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് പരസ്പരം കാണുമെങ്കിലും ചെയ്യും. നിങ്ങളെ കാണാൻ അയാൾ വരുന്നു. ഒരു യാത്രയുടെ കാർഡാണിത്. മേ ബി നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ഈ പേഴ്സൺ വരുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്ത് പോകുന്ന ഒരിടത്ത് വെച്ച് നിങ്ങൾ തമ്മിൽ കാണാൻ സാധ്യതയുണ്ടെന്നാണ് 8 ഓഫ് വാൺസ് പറയുന്നത്. ദെൻ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്കിടയിൽ കമ്മിറ്റ്മെൻറ്റ്സ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരായിരിക്കും, ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ആ ഒരു ട്രസ്റ്റ് ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ആ കമ്മിറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്, പരസ്പരം ഇപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവുന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഒരുപാട് നാളായിട്ട് സെപ്പറേഷനിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് ഇത്രയും കാലം ഒരു റീയൂണിയനിലേക്ക് വന്നില്ല എന്ന് ചോദിച്ചാൽ അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഗതി തന്നെ മാറ്റിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു നിമിത്തം ഉണ്ടെന്ന് നമ്മൾ പറയത്തില്ലേ? അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിലേക്ക് പോകാൻ എന്തെങ്കിലും ഒരു കാരണം വേണം. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് അതിനുള്ളൊരു കാരണം ഒരുപക്ഷെ ആയിരുന്നിരിക്കാം. ഇത് നിങ്ങൾ തമ്മിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോയതും ഒരു കമ്മിറ്റ്മെൻറ്റ് നഷ്ടപ്പെട്ടു പോയതൊക്കെയാണ്. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെന്നാണ്. പതുക്കെയാണ്, പക്ഷേ ഇത് നിങ്ങളിലേക്ക് നെക്സ്റ്റ് ഒരു 7 ഡേയ്സിൽ വരാൻ സാധ്യതയുണ്ട്. ദെൻ പേജ് ഓഫ് കപ്സ് ആണ്. ഇതൊരു സന്ദേശമാണ്, ഒരു ഫ്ലർട്ടി എനർജിയാണ്. ഇതൊരു യങ്ങറായിട്ടുള്ള എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളെക്കാൾ യങ്ങറായിരിക്കാം. ഒരു ഫ്ലർട്ടി എനർജിയാണിത്. അത് വലിയ മച്യൂരിറ്റി ഉള്ളൊരു തീരുമാനം എടുത്ത് വരുന്നൊന്നുമായിട്ട് കാണുന്നില്ല. പക്ഷേ ഇയാൾ ഒരു ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ്. ഒരു കമ്മ്യൂണിക്കേഷനായിട്ടായിരിക്കാം, ഒരു സന്ദേശമായിട്ടായിരിക്കാം, കോളായിരിക്കാം, മെസ്സേജ് ആയിരിക്കാം, ഇമെയിൽ ആയിരിക്കാം നിങ്ങളിലേക്ക് പക്ഷേ വരാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ് 8 ഓഫ് സോർഡ്സ് ആണ്. അപ്പം നിങ്ങൾ ആ സമയത്ത് കണ്ണും കൈയും കെട്ടി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആക്ഷൻ എടുക്കണം. നിങ്ങളാണ് ശരിക്കും നെഗറ്റീവ് തോട്ട്സിലിരിക്കുന്നത്. നിങ്ങൾ ആ സമയത്ത് ആക്ഷൻ എടുക്കണം എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആക്ട് അക്കോർഡിംഗ്ലി അതാണ് കേട്ടോ. നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ മാറി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ 8 ഓഫ് സോർഡ്സ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.